ആ മദീന കാണാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു സ്വലാത്താണ്. സ്വലാത്ത് ആരാണോ കൂടുതൽ ചൊല്ലുന്നത് അവർ ഇൻഷാ അല്ലാഹ് എഴുതി വെച്ചോ, മദീന കാണാതെ എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കില്ല. ഏകദേശം ഒരു 4 മാസം മുമ്പ് ഞാൻ മലപ്പുറം ജില്ലയില് തിരൂരെന്ന് പറയുന്ന പ്രദേശത്ത് വഅലിന് പോയപ്പോ എന്നോടൊരു സാധുവായ സഹോദരൻ വന്നിട്ട് പറഞ്ഞത്, ഉസ്താദേ 23 കൊല്ലമായി ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തവനാ. ആ 23 കൊല്ലത്തിന്റെ ഇടയിൽ എനിക്ക് ഒരു തവണ പോലും എനിക്ക് ഉസ്താദെ ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ പിന്നീട് ഉംറ ചെയ്തോ? ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നീട് ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ടാണ് ഞാൻ ഉംറ ചെയ്തതെന്ന് ഒരു സാധുവായ സഹോദരൻ പറയുമ്പോ, പൈസയല്ല വലുത്, ആദരവാകുന്ന പ്രവാചകന്റെ റൗദയൊന്ന് കാണണമെങ്കിൽ പൈസയല്ല എന്റെ പ്രിയപ്പെട്ടവരെ വലുത്. മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു, ആയിരക്കണക്കാന സ്വലാത്തുകൾ നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഒഴുക്കാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഒറ്റ ഡിമാൻഡ് ഞാൻ പറയുന്നുള്ളൂ, നബി തങ്ങളുടെ പേര് പറയുമ്പോ കൽബറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടെ എന്റെ പ്രിയപ്പെട്ടവരെ ആയിരക്കണക്കാന സ്വലാത്തുകൾ ആ മദീനത്തേക്ക് നമുക്ക് ഒഴുക്കാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ചൊല്ലൂലേ സ്വലാത്ത് ചൊല്ലൂലേ ഇൻഷാ അല്ലാഹ്. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ നായകനാകുന്ന നബി മുഹമ്മദ് മുസ്തഫ, ജീവിതത്തിൽ ഒരിക്കലും പോലും കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് കടന്നിരിക്കുന്നവരോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്. ആയിരക്കണക്കാന സ്വലാത്തുകളുണ്ടല്ലോ, ഒഴുക്കാൻ കഴിയേണ്ടതാ, പരത്താൻ കഴിയേണ്ടതാ. സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ, സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ ആനന്ദമുണ്ടല്ലോ, അല്ലാഹു തരുന്നതാ, അല്ലാഹു തരുന്നതാ. അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയുമ്പോ, മദീന എന്ന് പറയുമ്പോ, റസൂലുള്ളാഹിയുടെ പേര് പറയുമ്പോ ഈമാനോടെ ആവേശത്തോടെ ഇഖ്ലാസോടെ ആരെങ്കിലും ഒരാൾ സ്വലാത്തുകളുണ്ടല്ലോ ചൊല്ലിക്കഴിഞ്ഞാൽ ആദരവാകുന്ന പ്രവാചകന്റെ മദീനയുണ്ടല്ലോ കാണാതെ മരിക്കൂല, കാണാതെ മരിക്കൂല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, 1.5 മണിക്കൂർ സ്വർഗത്തിന്റെ വേദിയാ, ഇത് അറിവിന്റെ വേദിയാ, ഇത് റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയുന്ന വേദിയാ. ഈ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പാപങ്ങൾ മുഴുവനുമുണ്ടല്ലോ പൊറുപ്പിച്ചെടുത്തുകൊണ്ട് ഇറങ്ങാൻ കഴിയേണ്ടതാ. എത്രയോ നമസ്കാരങ്ങൾ ഒഴിവാക്കിയവരാ, എത്രയോ നോമ്പുകളതാ ഒഴിവാക്കിയവരാ, എത്രയോ സ്വതക്കകളതാ ഒഴിവാക്കിയവരാ. പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അറിയാതെ സംഭവിച്ചതാണ് അല്ലാ, അറിയാതെ പറ്റിപ്പോയതാണ് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ ദർബാറിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ പാപമോചനം നടത്തിക്കൊണ്ട് ഇറങ്ങാൻ കഴിയേണ്ടതാ, ഇറങ്ങാൻ കഴിയേണ്ടതാ. മനോഹരമാകുന്ന അറിവിന്റെ വേദിയാ, മനോഹരമാകുന്ന വിഷയമാണ് പഠിക്കാൻ പോകുന്നത്. അല്ലാഹുവേ, പഠിക്കാനുള്ള സൗഭാഗ്യങ്ങൾ തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. നിറഞ്ഞിരിക്കുന്ന സാധുക്കൾക്ക് അതിനുള്ള സൗഭാഗ്യങ്ങൾ കൊടുക്കണേ അല്ലാ. ഇവിടെ നിറഞ്ഞിരിക്കുന്ന പാവങ്ങൾക്ക് സ്വർഗമല്ലാതെ വേറൊന്നും കൊടുക്കല്ലേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അതുകൊണ്ട് 1.5 മണിക്കൂർ ഈ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പാപങ്ങൾ മുഴുവനും എന്റെ പ്രിയപ്പെട്ടവരെ പൊറുപ്പിച്ചെടുത്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇറങ്ങാൻ കഴിയണം. അല്ലാഹുവേ, ഈ നിറഞ്ഞിരിക്കുന്ന പാപങ്ങൾ നീ പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ആധുനിക യുഗത്തിലെ സഹോദര സഹോദരിമാർക്കുള്ള ഒരു നസീഹത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ പറയാൻ പോകുന്നത്. കുറച്ച് ആയത്തുകളും കുറച്ച് ഹദീസുകളും കുറച്ച് ചരിത്രങ്ങളും പഠിച്ച് നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ദുനിയാവിൽ നിന്ന്, നമ്മുടെ ഈ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിൽ നിന്ന് നമുക്ക് ഇറങ്ങാൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, ഇപ്പോ ഏകദേശം ഒരു 25, 30, 35 വയസ്സുള്ള ഒരുപാട് ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു മഹനീയമാകുന്ന പരിപാടിയാണ്. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം, ഉസ്താദേ ഞങ്ങളൊക്കെ ചെറുപ്പോ,
ഞങ്ങളൊക്കെ ചെറുപ്പം ഉസ്താദെ, ഞങ്ങളൊക്കെ ഒരുപാട് ഹറാമുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട് ഉസ്താദെ. ഞങ്ങൾ പടച്ചവനോട് ദുആ ചെയ്താൽ ഞങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സാധുക്കളുണ്ട് അല്ലെ. എന്റെയും നിങ്ങളുടെയും എല്ലാം സംശയമാണ് ഉസ്താദെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി ഉസ്താദെ. ഞങ്ങൾ അള്ളാഹിനോട് തൗബ ചെയ്താൽ അള്ളാഹു ഞങ്ങളുടെ തൗബ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സാധുക്കളുണ്ട്. ഏകദേശം ഒരു 8 മാസം മുമ്പ് എന്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു ചങ്ങാതി എനിക്ക് മെസ്സേജ് അയച്ചു രാത്രി 12 മണിക്ക്. എന്തെന്നറിയോ ഉസ്താദെ, എനിക്കൊരു പെൺകുട്ടിയായിട്ട് പ്രേമം ഉണ്ടായിരുന്നു ഉസ്താദെ. എന്നോട് പറഞ്ഞതാ, എന്നോട് ഒരു സഹോദരൻ പറഞ്ഞ ഉസ്താദെ എനിക്കൊരു പെൺകുട്ടിയായിട്ട് പ്രേമമുണ്ടായിരുന്നു ഉസ്താദെ. എനിക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് അവളുടെ വാപ്പ എനിക്ക് കെട്ടിച്ചു തന്നില്ല ഉസ്താദെ. അവളൊരു ഗൾഫുകാരനെ കണ്ടപ്പോ ഓനെയും കെട്ടി ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് ഒരു സാധുവായ സഹോദരൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞ ചങ്ങാതി, നീ ഇൻഷാ അല്ലാ കാത്തിരിക്ക്. ഒരു 26-27 വയസ്സൊക്കെ ആകുമ്പോ ഇൻഷാ അല്ലാ അള്ളാഹു നിനക്ക് നല്ലൊരു പെണ്ണിനെ തന്നെ കൊണ്ടുതരും. നിന്റെ വാപ്പയും ഉമ്മയും നല്ലൊരു കുടുംബ ജീവിതത്തിൽ നയിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ കൊണ്ടുതരുമെന്ന് എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഉസ്താദെ, ഞങ്ങൾ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമോ? കാരണം ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി ഉസ്താദെ. ആ പെണ്ണുമായിട്ട് ഞാൻ ഒരുപാട് ഹറാമ് ചെയ്തു പോയി ഉസ്താദെ. അള്ളാഹു എനിക്ക് പുറത്തു നൽകുമോ എന്ന പാവപ്പെട്ട സഹോദരൻ ചോദിച്ചു. ഞാൻ പറഞ്ഞുടാ ചങ്ങാതി, നീ അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് തൗബ ചെയ്തോ, അള്ളാഹു നിന്റെ പാപങ്ങൾ പുറത്തു നൽകുമെന്ന് ഞാൻ പറഞ്ഞു. ഇവൻ എല്ലാം പറഞ്ഞു അൽഹംദുലില്ലാ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു പോയി. രാത്രി 2:30 മണിയായപ്പോൾ ഇവൻ വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു, ഉസ്താദെ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ചോദിച്ചു എന്താ? വേറൊന്നുമില്ല ഉസ്താദെ, ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തു പോയില്ല ഉസ്താദെ. ഞാൻ അള്ളാഹിന്റെ മുമ്പിൽ കൈ നീട്ടി ദുആ ചെയ്താൽ അള്ളാഹു എന്റെ പാപം പൊറുക്കുമോ ഉസ്താദെ? ഞാനൊരു കാര്യം ചെയ്തോട്ടെ, ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ, അതിന് പകരമായി ഞാൻ വേറെ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചോട്ടെ എന്ന് ഒരു സഹോദരൻ ചോദിക്കുമ്പോ ഞാൻ പറയാ, മോനെ, നമ്മൾ എത്ര തിന്മകൾ ചെയ്താലും അള്ളാഹിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്ന. ഇപ്പൊ ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒന്നും നമുക്ക് തുറക്കാൻ പറ്റാത്ത സമയമാണ്. കാരണം എന്തേ, ഒരുപാട് സഹോദരിമാര് സഹോദരന്മാര് ഇൻസ്റ്റഗ്രാമിന്റെ റീൽസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുക. അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, നമ്മൾ ഈ സദസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ ഇവിടുത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികള് എത്ര തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇറങ്ങാൻ കഴിയണം. അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. ഒരു കാലഘട്ടത്തിൽ വ്യഭിചാരത്തിന്റെയും ലഹരിയുടെയും തിന്മയുടെയും പിന്നാലെ പോയ ഒരാൾ അവസാനം ഇസ്ലാമിന്റെ ഖലീഫയായ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം. ആരാ? ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശമായി കടന്നു വരികയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, ഇസ്ലാമിന്റെ ആദർശമായി കടന്നു വരികയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ, ഒരുപാട് പേര് മുസ്ലിം ആകുകയാ, ഒരുപാട് പേര് റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. പലരും അതാ ഇസ്ലാമിലേക്ക് കടന്നു വരാതെ മാറി നിൽക്കുമ്പോ അല്ലാഹുവേ, ഇസ്ലാമിന്റെ ധീര പോരാളി അസദുല്ലാഹ്, അല്ലാഹുവിന്റെ സിംഹക്കുട്ടി എന്ന് അറിയപ്പെടുന്ന ഹംസയുണ്ടല്ലോ, ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, പരിശുദ്ധമാക്കപ്പെട്ട പ്രബോധനം നടത്തുമ്പോ ഉമർ തങ്ങളതാ, ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ, പടച്ചവനെ ഊരി പിടിച്ച കടാരി എടുത്തുകൊണ്ട് മക്കയുടെ തെരുവോരത്തു കൂടി കടന്നു പോകുകയാ. ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ, ഊരി പിടിച്ച കടാരി എടുത്തുകൊണ്ട് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹമ്മദിന്റെ മതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവന്റെ തലയുണ്ടല്ലോ ഈ ഖത്താബിന്റെ മകനാകുന്ന ഉമർ അറുക്കുന്നതാ എന്നതാ പറയുകയാ, അറിയിക്കുകയാ. പലരും അതാ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുകയാ. ഉമറതാ ധീര പോരാളിയാണല്ലോ. ഉമറിന്റെ പ്രിയമുള്ളവരെ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. ഉമറതാ തെമ്മാടിയാ, വ്യഭിചാരത്തിന്റെ പുറകിലുണ്ടല്ലോ കടന്നു പോയവരാ, റൗഡി
ഔത്തരത്തിന്റെ പുറകിലുണ്ടല്ലോ കടന്നു പോയവരാ. പലരും അതാ പേടിക്കുകയാ. ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് കടന്നു വരാൻ പലരുമുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പേടിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഊരിപ്പിടിച്ച കടാര എടുത്തുകൊണ്ട് കുതിരയുടെ പുറത്ത് മക്കയുടെ തിരുവോരത്തിലൂടെ ഉമറദാ കടന്നു പോകുമ്പോ ഒരാളിങ്ങനെ കടന്നു വരികയാ. ഉമറിനോട് പറയുകയാ, നിന്റെ പെങ്ങളാകുന്ന ഫാത്തിമയുണ്ടല്ലോ, ഇസ്ലാമിലേക്ക് കടന്നുപോയല്ലോ, ഇസ്ലാമിലേക്ക് കടന്നുപോയല്ലോ. ഉമറദാ വിറങ്ങലിക്കുകയാ, ഉമറദാ ദേഷ്യപ്പെടുകയാ. ഫാത്തിമ പോയോ, ഇസ്ലാമിലേക്ക് കടന്നുപോയോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാ. അല്ലാഹുവേ, ഊരിപ്പിടിച്ച കടാര എടുത്തുകൊണ്ട് ഫാത്തിമയുടെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവര് ഉമറുണ്ടല്ലോ കടന്നു ചെല്ലുകയാ. ഫാത്തിമയതാ വിറങ്ങലിക്കുകയാ, ഫാത്തിമയതാ പേടിക്കുകയാ, ഫാത്തിമയതാ സങ്കടപ്പെടുകയാ, ഫാത്തിമയുണ്ടല്ലോ കരയുകയാ. ഉമറങ്ങാനം എന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഞാനതാ ഇസ്ലാമിലേക്ക് കടന്നു പോയെന്ന് ഉമറതാ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ തലയുണ്ടല്ലോ ഉമറതാ എടുക്കുന്നതാ. ഫാത്തിമയതാ വിറങ്ങലിക്കുകയാ, ഊരിപ്പിടിച്ച കടാര എടുത്തുകൊണ്ട് ഫാത്തിമയുടെ വീട്ടിലേക്കതാ ഉമറന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുമ്പോ ഉമറതാ ഫാത്തിമയതാ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാ. ഏതാ ഓതുന്നത്, ഏതാ പാരായണം ചെയ്യുന്നത്? അത്ഭുതങ്ങളുടെ കലവറയാകുന്ന ഖുർആനുണ്ടല്ലോ. പടച്ചവരെ, ഫാത്തിമയതാ ഓതുകയാ. ത്വാഹ എന്ന് പറയുന്ന മനോഹരമാകുന്ന ആയത്തുകള് പടച്ചവനെ ഫാത്തിമയുണ്ടല്ലോ പാരായണം ചെയ്യുകയാ. ഉമറദാ വീടിന്റെ വാതില് പൊളിക്കുകയാ, വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ ഇസ്ലാമിലേക്ക് കടന്നുപോയോ, മുസ്ലിമായോ? ഫാത്തിമയതാ സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാ, ധൈര്യത്തോടെ പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആദരവാകുന്ന പ്രവാചകന്റെ മതമുണ്ടല്ലോ, ഇസ്ലാമുണ്ടല്ലോ, ഞാൻ സ്വീകരിച്ചു ഉമറേ. നീയുണ്ടല്ലോ അതിലേക്ക് കടന്നു വരേണ്ടതാ. ഉമറദാ അടിക്കുകയാ, ഉമറദാ ഇടിക്കുകയാ, ഉമറദാ തുഴിക്കുകയാ. ഫാത്തിമയുണ്ടല്ലോ കരയുകയാ, ഫാത്തിമയതാ വേദനിക്കുകയാ, ഫാത്തിമയതാ സങ്കടപ്പെടുകയാ. ഫാത്തിമയുടെ ശരീരത്തിൽ നിന്ന് പടച്ചവനെ ചോരയുണ്ടല്ലോ പൊടിക്കുകയാ. ഉമറിന്റെ മനസ്സിലേക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഒരു ഈമാനിന്റെ ആദർശമുണ്ടല്ലോ, ഒരു ഈമാനിന്റെ കണികയുണ്ടല്ലോ ഉമറിന്റെ ഹൃദയത്തിലേക്ക് കൊടുക്കുകയാ. ഉമറദാ അടിയുണ്ടല്ലോ നിർത്തുകയാ. ഫാത്തിമയോട് ചോദിക്കുകയാ, ഖുർആനൊന്ന് കയ്യിലേക്ക് തരുമോ, ഖുർആനൊന്ന് കയ്യിലേക്ക് തരുമോ? ഫാത്തിമയതാ തരില്ല ഉമറേ, ശുദ്ധിയാകാതെ തരില്ല ഉമറേ. ഉമറദാ വീടിന്റെ പുറത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ, കിണറ്റിൽ നിന്ന് ഉമറുണ്ടല്ലോ വെള്ളമെടുക്കുകയാ. എന്നിട്ടതാ തലവടി എന്റെ പ്രിയമുള്ളവര് ഒഴിക്കുകയാ. വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ പറയുകയാ, ശുദ്ധിയായി ഫാത്തിമ എനിക്കൊന്ന് ഖുർആൻ ഓതി തരുമോ? ഫാത്തിമയതാ ഖുർആനിന്റെ വചനങ്ങളുണ്ടല്ലോ ഉമറിനോട് എന്റെ പ്രിയമുള്ളവരെ പാരായണം ചെയ്യുമ്പോ ഉമറദാ കരയുകയാ, ഉമറദാ വേദനിക്കുകയാ. ഉമറിന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാ, റസൂലുള്ള എവിടെ, പ്രവാചകൻ എവിടെ, മുഹമ്മദ് എവിടെ? ഫാത്തിമയതാ പറയുകയാ, ഇന്ന സ്ഥലത്ത് ഹബീബ് ഇരിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് റസൂലുള്ള ഇരിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് പ്രവാചകൻ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമയതാ പറഞ്ഞു കൊടുക്കുമ്പോ ഉമറദാ കുതിരപ്പുറത്തേക്ക് കയറുകയാ. ഇലാ ഹദ്റത്ത് റസൂലില്ലാ, ആ
ആദരവാകുന്ന പ്രവാചകന്റെ ചാരത്തേക്ക് ഉമറുണ്ടല്ലോ കടന്നു ചെല്ലുകയാ. സഹാബത്തതാ വിറങ്ങലിക്കുകയാ, സഹാബത്തതാ പേടിക്കുകയാ, സഹാബത്തതാ കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, യാ റസൂലല്ലോ, യാ ഹബീബല്ലോ, ഉമർ കടന്നു വരുന്നുണ്ട് നബിയേ. ഉമർ ഊരി പിടിച്ച കടാരയായി കടന്നു വരുന്നുണ്ട്. അങ്ങയുടെ തലയെടുക്കാൻ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് പോറലേൽപ്പിക്കാൻ ഉമറുണ്ടല്ലോ കടന്നു വരുന്നുണ്ട് നബിയേ. ഓടണം നബിയേ, വിറങ്ങലിക്കണം നബിയേ, പാലായണം ചെയ്യണം നബിയേ. ഇത് കേൾക്കുന്ന ഹംസ തങ്ങളതാ പറയുകയാ, ഉമറുണ്ടല്ലോ നല്ല രീതിയിലേക്കാണ് കടന്നു വരുന്നതെങ്കിൽ ഉമറിന്റെ തലയുണ്ടല്ലോ ഈ ഹംസ എടുക്കൂല. റസൂലുള്ളാഹിയുടെ തലയെടുക്കാൻ ഉമറങ്ങാനം എന്റെ പ്രിയമുള്ളവര് ഓങ്ങിക്കഴിഞ്ഞാൽ ഉമറുണ്ടല്ലോ, ഉമറിന്റെ തലയുണ്ടല്ലോ ഈ ഹംസയതാ അറുക്കുന്നതാ. പടച്ചവരെ, സഹാബത്തതാ വിറങ്ങലിക്കുകയാ. ഉമർ ഇങ്ങനെ കടന്നു വരികയാ. അല്ലാഹുവേ, ഹംസ തങ്ങളെ തടയുകയാ. റസൂലുള്ള ചിരിച്ചുകൊണ്ട് പറയുകയാ, കേറി വാ ഉമറേ, എന്റെ ചാരത്തേക്ക് വാ ഉമറേ, ഭയപ്പെടല്ലേ ഉമറേ, മാറി നിൽക്കല്ലേ ഉമറേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഹംസ തങ്ങളുടെ കൈയുണ്ടല്ലോ ഉമർ തങ്ങൾ മാറ്റുകയാ. എന്നിട്ടതാ പടച്ചവനെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. എനിക്കിന്ന് ഹറാമ് വേണ്ട നബിയേ, എനിക്കിന്ന് തിന്മ വേണ്ട നബിയേ, എനിക്കിന്ന് കള്ള് വേണ്ട നബിയേ, എനിക്കിന്ന് ഗുണ്ടായിസം വേണ്ട നബിയേ, എനിക്കിന്ന് ഇസ്ലാം മതി നബിയേ, ദീന് മതി നബിയേ, മുസ്ലിമായാലും മതി നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഉമർ തങ്ങൾ ചെയ്ത പാപങ്ങളുണ്ടല്ലോ, ഉമർ തങ്ങൾ ചെയ്ത തിന്മകളുണ്ടല്ലോ, ഉമർ തങ്ങൾ ചെയ്ത അപരാധങ്ങളുണ്ടല്ലോ, അള്ളാഹു പുറത്തു കൊടുത്തെന്ന് പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാ, ജീവിതത്തിൽ അതാ ഹറാമുകൾ ചെയ്തവരാ. എന്നാൽ വ്യഭിചരിക്കാൻ ഞാനും നിങ്ങളും പോയില്ല, കള്ളു കുടിക്കാൻ ഞാനും നിങ്ങളും പോയില്ല, പെണ്ണു പിടിക്കാൻ ഞാനും നിങ്ങളും പോയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഉമർ തങ്ങളുണ്ടല്ലോ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തതുപോലെ അള്ളാനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യേണ്ടതാ. അല്ലാഹുവേ, ഒരുപാട് നമസ്കാരങ്ങൾ ഖളാ ആയി പോയി അല്ലാ, ഒരുപാട് നോമ്പുകൾ ഖളാ ആയി പോയി അല്ലാ, ഒരുപാട് പാവങ്ങൾക്ക് കിട്ടേണ്ട സമ്പത്തുണ്ടല്ലോ ഞാനതാ തടഞ്ഞു അല്ലോ, നീ പൊറുക്കണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്, ഇതൊരു നൂറുകണക്കാണ് പാവപ്പെട്ട ചെറുപ്പക്കാര് അല്ലാഹുവേ അത്തഖ്വ എന്ന് പറയുന്ന മനോഹരമാകുന്ന സംഘടനയുടെ പരിപാടിയാ. ഇന്നത്തെ രാത്രി എങ്ങാനും വിട പറഞ്ഞു പോയാൽ, ഇന്നത്തെ രാത്രി എങ്ങാനും അസ്റായീൽ വന്നാൽ, ഇന്നത്തെ രാത്രി എങ്ങാനും എന്റെ പ്രിയമുള്ളവരെ മംഗലാപുരത്തെ മനോഹരമാകുന്ന വീട്ടിൽ നിന്ന് ഞാനും നിങ്ങളും അതാ വിട പറഞ്ഞു പോയാൽ എന്റെ പ്രിയമുള്ളവരെ ഖബറിൽ ചെന്ന് കിടക്കുമല്ലോ. ആ സമയത്തതാ പടച്ചവനോട് പറയാൻ കഴിയേണ്ടതാ, അല്ലാഹുവേ ഒരു നന്മയെങ്കിലും ചെയ്തുറപ്പേ, പാപങ്ങൾ പൊറുപ്പിച്ചെടുത്തുറപ്പേ, തിന്മകളിൽ നിന്ന് മാറി നിന്നുറപ്പേ എന്ന് പറയാൻ എന്റെ പ്രിയമുള്ളവരെ കഴിയേണ്ടതാ. അതുകൊണ്ട് എല്ലാവരും ഒരു ആമീൻ പറഞ്ഞു. അല്ലാഹുവേ, നിറഞ്ഞിരിക്കുന്ന പാപങ്ങളുടെ പാപങ്ങള് അപരാധങ്ങള് നീ പൊറുക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നവരോട് പറയാ, ഉമർ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തതുപോലെ ഞാനും നിങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഉമർ തങ്ങൾ തൗബ ചെയ്തതുപോലെ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇറങ്ങാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് വെറുതെയല്ല. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് അഴിഞ്ഞാടുന്ന കാലഘട്ടം അല്ലേ? ഇന്ന് പൈസ നിങ്ങൾക്കുണ്ടാക്കണം,
നിങ്ങൾക്ക് സമ്പാദ്യം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ആദ്യമേ നല്ലൊരു പെണ്ണിനെ കെട്ടണം, ആദ്യമേ നല്ലൊരു വിവാഹം ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നല്ല റീൽസ് എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും സ്വന്തം ഭാര്യയുടെ മാറും മാറിടവും കാണിച്ചുകൊണ്ട് റീൽസ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്താൽ അത് കാണാനും അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ നാട്ടിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, ബർദയിട്ട താത്തമാര് പോലും, ബർദയിട്ട ഉമ്മമാര് പോലും റീൽസിന്റെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കാമഭ്രാന്തോടുകൂടി പലരുടെയും ശരീരങ്ങൾ പോലും പലരും കാണാൻ കൊതിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് മുൻപന്തിയിൽ മുസ്ലിമീങ്ങൾ പോലും നിൽക്കുന്ന കാലഘട്ടമാ. ഞാൻ നിങ്ങളോട് പറയാ, ഒരിക്കലും പാടില്ല. ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞു, നമ്മള് ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് കള്ളു കുടിക്കുമ്പോ, കഞ്ചാവടിക്കുമ്പോ, തിന്മകൾ ചെയ്യുമ്പോ, അൽഹംദുലില്ലാ നമ്മുടെ ഈ മനോഹരമാകുന്ന അത്തഖ്വ എന്ന് പറയുന്ന മനോഹരമാകുന്ന ഈ സംഘടനയുടെ പാവപ്പെട്ട ചെറുപ്പക്കാര് നന്മയുടെ വഅലിന്റെ സദസ് അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുകയാ. അത് വല്ലാത്ത പ്രതിഫലമാ. കാരണം എന്താ? മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമ ചർച്ച ചെയ്യുന്ന വേദി എന്ന് പറയുന്നത് അത് സ്വർഗ്ഗമാണ്, സ്വർഗ്ഗത്തിന്റെ മജ്ലിസാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ രാത്രി എങ്ങാനും ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഞാനും നിങ്ങളും വിട പറഞ്ഞു പോയാൽ നമുക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കബറിൽ കിടക്കുമ്പോൾ അല്ലാഹുവോട് പറയാൻ കഴിയണം, അല്ലാ ഒരുപാട് തിന്മകൾ ഞാൻ അറിയാതെ ചെയ്തു പോയി അല്ലാ. പക്ഷേ അൽഹംദുലില്ലാ മംഗലാപുരത്ത് ആ പാവപ്പെട്ട തഖ്വ എന്ന് പറയുന്ന മനോഹരമാകുന്ന സംഘടനയുടെ പ്രവർത്തകര് ഒരു സദസ്സ് സംഘടിപ്പിച്ചപ്പോ അൽഹംദുലില്ലാ എനിക്ക് അവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു അല്ലാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇറങ്ങാൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നമുക്ക് തന്ന കൈയും കാലും ആരോഗ്യവും എല്ലാം അള്ളാന്റെ മുമ്പിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കണക്ക് പറയേണ്ടി വരും. കേട്ടോ കേട്ടോ, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു യഥാ പറയുകയാ, എന്തെന്നറിയോ 6000-ഓളം ആയത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ. 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന ഒരുപാട് അഹ്കാമുകളുള്ള ഒരുപാട് അഖ്ബാറുകളുള്ള അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഏതാണ് പ്രിയമുള്ളവരെ? അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്നിങ്ങനെ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാ. എന്നിട്ടതാ നിരവധി തവണയുണ്ടല്ലോ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതിന്റെ അർത്ഥം എന്താണ് ചെറുപ്പക്കാരാ? ഖത്തറിലതാ വേൾഡ് കപ്പ് നടന്നപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ പറയുന്ന ആയത്തുകൾ കൊണ്ട് ഖത്തറിലെ വേൾഡ് കപ്പിന്റെ പ്രിയമുള്ളവരെ ആരംഭിച്ചപ്പോ ഞാനും നിങ്ങളും അതാ സ്റ്റാറ്റസ് ആക്കിയ ആയത്താ, റീൽസ് ആക്കിയ ആയത്താ, ഷെയർ ചെയ്ത ആയത്താ ഏതെന്നറിയോ? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു ഖുർആനിലൂടെ ചോദിക്കുകയാ, അല്ലാഹു നിനക്ക് കൈ തന്നില്ലേ? അല്ലാഹു നിനക്ക് കാല് തന്നില്ലേ? അല്ലാഹു നിനക്ക് ആഫിയത്ത് തന്നില്ലേ? അല്ലാഹു നിനക്ക് ദീർഘായുസ് തന്നില്ലേ? അല്ലാഹു നിനക്ക് ശ്വാസം തന്നില്ലേ? അല്ലാഹു നിനക്ക് ആരോഗ്യം തന്നില്ലേ? അല്ലാഹു നിനക്ക് കുടുംബം തന്നില്ലേ? അല്ലാഹു നിനക്ക് മക്കളെ തന്നില്ലേ? അല്ലാഹു നിനക്ക് വാഹനം തന്നില്ലേ? അല്ലാഹു നിനക്ക് കുടുംബം തന്നില്ലേ? അല്ലാഹു നിനക്ക് വീട് തന്നില്ലേ? അല്ലാഹു നിനക്ക് സ്ഥാനമാനങ്ങൾ തന്നില്ലേ? അല്ലാഹു നിനക്ക് ആരോഗ്യം തന്നില്ലേ? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹനെ മറന്നതെന്തേ? അല്ലാഹനെ മറന്നതെന്തേ? പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ്.
എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അള്ളാനെ മറന്നുകൊണ്ട്, അള്ളാഹു തന്ന ആരോഗ്യം മറന്നുകൊണ്ട് മംഗലാപുരത്തിന്റെ പരിസരത്തിലൂടെ ഓടുന്നവരാണോ, നടക്കുന്നവരാണോ, എഴയുന്നവരാണോ? ഒരു ചരിത്രം ഞാൻ എന്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാ. ഒരു ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാ. ഇന്നത്തെ രാത്രി എങ്ങാനും ഞാനും നിങ്ങളും വിട പറഞ്ഞു പോയാൽ കബറിലാ ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദി കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവര് കടന്നു ചെല്ലുമ്പോ വിളിക്കാതെ വരുന്ന അതിഥിയാരാ? സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, കടന്നു വരികയാ. അസ്റായീൽ കടന്നു വരുന്ന രൂപം എങ്ങനാ? നമസ്കരിച്ചവരാണോ? നോമ്പ് പിടിച്ചവരാണോ? സകാത്ത് കൊടുത്തവരാണോ? നന്മകൾ ചെയ്തവരാണോ? വഅലിന്റെ സദസ്സ് സംഘടിപ്പിച്ചവരാണോ? ഇൽമിന്റെ മജ്ലിസുകൾ ഉണ്ടല്ലോ നടത്തിയവരാണോ? സദഖ കൊടുത്തവരാണോ? ഹജ്ജുകൾ ചെയ്തവരാണോ? ഉംറകൾ ചെയ്തവരാണോ? അസ്റായീൽ കടന്നു വരുന്ന രൂപം എങ്ങനാ? മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് കടന്നു വരുന്നതാ. സുഗന്ധം എന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് ഒരു ഈമാനിക ആവേശത്തോടെ അസ്റായീൽ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സകാത്ത് കൊടുക്കാതെ, നന്മ ചെയ്യാതെ, ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ, കള്ളു കുടിച്ചുകൊണ്ട്, പെണ്ണ് പിടിച്ചുകൊണ്ട്, ചീട്ട് കളിച്ചുകൊണ്ട്, വ്യഭിചരിച്ചുകൊണ്ട്, ഹറാമ് ചെയ്തുകൊണ്ട്, പലിശയ്ക്ക് പൈസ കൊടുത്തുകൊണ്ട് ഓടുന്നവരാണോ? നടക്കുന്നവരാണോ? എഴയുന്നവരാണോ? അസ്റായീൽ കടന്നു വരുന്ന രൂപം എങ്ങനാ? മുഖമെല്ലാം കറുത്തിരണ്ട് കൊണ്ട് കടന്നു വരികയാ. നീ അതാ അസ്റായീൽ റൂഹ് പിടിക്കുമ്പോ കരയുകയാ, വേദനിക്കുകയാ. അസ്റായീലിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, താങ്ങാൻ കഴിയുന്നില്ലോ, സഹിക്കാൻ കഴിയുന്നില്ലോ, പടച്ചവനെ വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അസ്റായീലിനോട് റബ്ബേ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ അസ്റായീൽ പറയുകയാ, അനുഭവിക്കടാ, വേദനിക്കടാ, ഹറാമ് ചെയ്തവനല്ലടാ. അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് ഉണ്ടല്ലോ വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹ്. ആശിഖ് ധാരമിയുണ്ടല്ലോ മരിച്ചിട്ടുണ്ടേ, പള്ളിയിലെ ഖതീബുണ്ടല്ലോ, പള്ളിയുടെ കാരണവരുണ്ടല്ലോ, നാട്ടിലെ കാരണവരുണ്ടല്ലോ മരിച്ചിട്ടുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് വിളിച്ചു പറയുകയാ, പടച്ചവനെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാ. ഖബറിന്റെ അത്ഭുതങ്ങൾ എന്റെ പ്രിയമുള്ളവര്, ചെറുപ്പക്കാരാ പഠിക്കേണ്ടതാ, പെങ്ങന്മാരെ പഠിക്കേണ്ടതാ. ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ, യൂട്യൂബിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ റീൽസ് ഉണ്ടാക്കിയിട്ട് സ്വന്തം ഭാര്യയുടെ ശരീരമുണ്ടല്ലോ പങ്കുവെക്കുന്നവര്, അത് കേരളക്കാരാകട്ടെ, അത് കർണാടകക്കാരാകട്ടെ, പഠിച്ചോ, പഠിച്ചോ. വാട്സപ്പിലൂടെ കാമുകിയുമായിട്ട് ചാറ്റ് ചെയ്യുന്നവരോട് പറയുകയാ, ഇൻസ്റ്റഗ്രാമിലൂടെ കാമുകിയായിട്ട് ചാറ്റ് ചെയ്യുന്നവരോട് പറയുകയാ, പാടില്ല, പാടില്ല. ഖബറിന്റെ ഭയാനകത പഠിക്കേണ്ടതാ. ഹറാമുകൾ ചെയ്യാൻ തോന്നുമ്പോ, തിന്മകൾ ചെയ്യാൻ തോന്നുമ്പോ എന്റെ പ്രിയമുള്ളവര് ഖബറിന്റെ അദാബുകളുണ്ടല്ലോ പഠിക്കേണ്ടതാ. അള്ളാനെ പേടി വരേണ്ടതാ, അള്ളാനെ പേടി വരേണ്ടതാ. ഒരിക്കലുണ്ടല്ലോ അബൂബക്കർ തങ്ങളോട് ഒരാളിങ്ങനെ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, അബൂബക്കർ തങ്ങളെ, അള്ളാനെ പേടി വരാനുള്ള മാർഗമേതാ? അതിനുള്ള
മാർഗമേതാ? അതിനുള്ള വഴികളുണ്ടല്ലോ. ഏതാണ് തങ്ങളെ? അബൂബക്കർ തങ്ങളതാ പറയുകയാ, അല്ലാഹുവിനെ പേടി വേണോ? അല്ലാഹുവിനെ ഭയക്കണോ? അല്ലാഹുവിന്റെ പ്രീതി വേണോ? എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലേണ്ടതാ. അവിടെ ചെന്നതാ സിയാറത്ത് ചെയ്യേണ്ടതാ. അതുകൊണ്ടാണ് തഴവ ഉസ്താദ് പറഞ്ഞു തന്നത്, ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരോ മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറെന്ന് പറയുമ്പോ, ഖബറിന്റെ ഫോട്ടോ കാണുമ്പോ, ഖബറിന്റെ വീഡിയോ കാണുമ്പോ അറിയാതെ കരയണ കർണാടകക്കാരെ, അറിയാതെ കരയണ കർണാടകയിലെ പെങ്ങള് എന്തുകൊണ്ടെന്നറിയോ? ഖബറെന്ന് പറയുന്നത് പാമ്പുള്ള വീടാണ്. അല്ലോ, ഖബറെന്ന് പറയുന്നത് തേരുള്ള വീടാണ്. അല്ലോ, ഖബറെന്ന് പറയുന്നത് പുഴുക്കളുള്ള വീടാണ്. അല്ലോ, ഖബറെന്ന് പറയുന്നത് ഞെരുക്കമുള്ള വീടാണ്. അല്ലോ, ഖബറെന്ന് പറയുന്നത് ആ ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വാരിയെല്ലുകളുണ്ടല്ലോ. ഖബറിന്റെ പ്രിയമുള്ളവരെ, ഇടുക്കുമെന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ മഅദല്ലോ, കാക്കടേ അല്ലോ, കാക്കടേ അല്ലോ. ഒരിക്കലതാ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്നു, മഹാനവറുകളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്നവരോട് പടച്ചവരെ പറയുകയാ, തങ്ങളെ ജീവിതത്തില് ഒരുപാട് തിന്മകളുണ്ടല്ലോ, ഞാനതാ ചെയ്തു പോയി തങ്ങളെ. അല്ലാഹു പടച്ച തമ്പുരാൻ പുറത്തു തരുമോ? അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന മഹാനാകുന്ന വ്യക്തിയുടെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് ചോദിച്ചു, തങ്ങളെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തവരാ, അല്ലാഹു പുറത്തു നൽകുമോ? എന്താ ചോദിക്കണേ? അല്ലാഹു പുറത്തു നൽകുമോ? ഇപ്പോ നമ്മുടെ പള്ളിയിലെ ഖത്തീബിനോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കാം, ഉസ്താദെ, ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി ഉസ്താദെ, അല്ലാഹു എനിക്ക് പുറത്തു നൽകുമോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയുന്ന ഒരു വാചകമുണ്ട്, മോനെ, എടാ നീ എത്ര തിന്മ ചെയ്താലും അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ അള്ളാഹു നിനക്ക് പുറത്തു നൽകുമെന്ന് ഉസ്താദ് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിന്റെ തൗബ അള്ളാഹു സ്വീകരിക്കും. ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, തങ്ങളെ, എനിക്കൊരു ആഗ്രഹമുണ്ട്. അല്ലെ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സഹോദര സഹോദരിമാരോട് ചോദിക്കുക, എന്താ നിങ്ങളുടെ ആഗ്രഹം? എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാകും. ചിലർക്ക് നല്ല വീട് വേണം, ചിലർക്ക് സമ്പത്ത് വേണം, ചിലർക്ക് നല്ല പെണ്ണ് വേണം, ചിലർക്ക് നല്ല മക്കളെ വേണം, ചിലർക്ക് ലൈൻ അടിച്ചുകൊണ്ടിരിക്കണ ഏതെങ്കിലും ഒരു താത്ത വീഴണം. അതൊക്കെയാണ് ചില ആളുകളുടെ ചിന്ത, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ, ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എനിക്കൊരാഗ്രഹമുണ്ട് തങ്ങളെ. അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങൾ ചോദിച്ചു, എന്താ നിന്റെ ആഗ്രഹം? എന്താ നിന്റെ ആഗ്രഹം? അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ, ഉലമാക്കൾ, ഉമറാക്കളൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അവരെല്ലാം ഒരു ഖബറിന്റെ ചാരത്തുകൂടി കടന്നുപോയാൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ കഴിയുമായിരുന്നല്ലോ. അല്ലെ, ഇപ്പോ നമ്മുടെ സാത്വികരാകുന്ന ഉലമാക്കൾ, പണ്ട് കാലത്തെ പണ്ഡിതന്മാർ, എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരൊക്കെ ഒരു ഖബറിന്റെ ചാരത്തു കൂടി കടന്നുപോയാൽ ആ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ഇന്ന് 6 അടി മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ കിടക്കുന്ന നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ ചാര പോയി സിയാറത്ത് ചെയ്യുന്നവരാ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ആ ഖബറിലേക്ക് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. നമ്മുടെ വാപ്പയെ കൊണ്ട് ഖബറിലേക്ക് വെച്ചാൽ, അവിടെ മൂടുപലക വെച്ചാൽ, മണ്ണിട്ട് കഴിഞ്ഞാൽ ഖബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയോ? കാണാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുക, തങ്ങളെ, എനിക്ക് ആ ഖബറിലെ അത്ഭുതങ്ങളൊന്ന് കാണണം തങ്ങളെ.
നമ്മുടെ പള്ളിക്കാട്ടിലുള്ള ഖബറുകളിലെ അത്ഭുതങ്ങൾ എനിക്കൊന്ന് അറിയണം തങ്ങളെ. ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങൾ പറഞ്ഞു, നീ ഓരോ ഖബറിന്റെയും ചാരെ പോയിട്ട് നീ പടച്ചവനോട് ദുആ ചെയ്, നിനക്ക് ആ ഖബറിന്റെ അകത്ത് കിടക്കേണ്ട അത്ഭുതങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്. ഇൻഷാ അല്ലാഹ് നിനക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ആ ഖബറിന്റെ അകത്ത് അത്ഭുതങ്ങൾ കാണിച്ചു തരുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന മഹാനവറുകൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവർ, ആ ചെറുപ്പക്കാരൻ 5 ഖബർ പൊളിച്ചെന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. എത്ര ഖബർ? 5 ഖബർ. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചില സമയത്ത് കുഴിച്ച ഖബർ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നീടും കുഴിക്കാറുണ്ട് അല്ലെ. കുഴിച്ച ഖബർ തന്നെ, അടക്കിയ ഖബർ തന്നെ വീണ്ടും എന്ത് ചെയ്യാറുണ്ട്? കുഴിക്കാറുണ്ട്. കാരണം സ്ഥലമില്ലെങ്കിൽ ചിലപ്പോൾ വാപ്പയുടെ ഖബറിൽ തന്നെ മക്കൾ കടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഖബർ പഴകിക്കഴിഞ്ഞാൽ ആ ഖബറിന്റെ അകത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ അടക്കാൻ വേണ്ടിയിട്ട് ആ ഖബർ പൊളിക്കാറുണ്ട്. ഖബർ പൊളിക്കുമ്പോ ചിലപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആ ഖബറിന്റെ അകത്ത് അത്ഭുതങ്ങൾ പോലെ അദ്ദേഹത്തിന്റെ ശരീരം, അദ്ദേഹത്തിന്റെ ജനാസ എന്റെ പ്രിയപ്പെട്ടവരെ മണ്ണ് തിന്നാത്തതുപോലെ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്നുണ്ടാകും. ഞാൻ പറയാ, അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങൾ പറഞ്ഞു, നീ പോയിട്ട് പള്ളിക്കാട്ടിൽ ഓരോ ഖബറും പൊളിക്കുന്നതിന് മുമ്പ് ആ ഖബറിന്റെ ചാര വെച്ച് റബ്ബിനോട് നീ നിന്റെ ആഗ്രഹം പറയണം, അല്ലാ ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ നീ ഒന്ന് കാണിച്ചു തരണേ അല്ലാ. അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങള് സന്തോഷമായി. കാരണം ആ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ അറിയണമല്ലോ. അതിന്റെ അകത്ത് നടക്കുന്ന എന്താണ് അത്ഭുതങ്ങൾ, അതിന്റെ അകത്ത് നടക്കുന്ന പ്രതിഭാസങ്ങൾ അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളുടെ ചാരത്ത് നിന്ന് ആ ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ടവർ ഒരു മൺവെട്ടി, ഒരു പിക്കാസയും എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിക്കാട്ടിലേക്ക് പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളുടെ ചാരത്ത് നിന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ കടന്നു ചെല്ലുകയാ. അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളുണ്ടല്ലോ, അബ്ദുൽ മലിക് ബിൻ മർവാൻ തങ്ങളുടെ ചാരത്ത് നിന്ന് ആ ചെറുപ്പക്കാരനുണ്ടല്ലോ ഒരു പിക്കാസയായി കടന്നു ചെല്ലുകയാ. ആദ്യത്തെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ആ ചെറുപ്പക്കാരനുണ്ടല്ലോ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാ, ഈ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ, കാണിച്ചു തരണേ അല്ലാ. അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ. മഹാനാകുന്ന ഉർവത്ത്, മഹാനാകുന്ന പടച്ചവനെ, ആ ചെറുപ്പക്കാരനുണ്ടല്ലോ തികാസയെടുത്തുകൊണ്ട് ഖബറദാ വെട്ടുകയാ. പടച്ചവനെ മണ്ണിങ്ങനെ വാരുകയാ, പടച്ചവനെ മണ്ണിങ്ങനെ നീൽക്കുകയാ, പടച്ചവനെ മൂടുപലകയതാ മാറ്റുകയാ. സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്. ഖബറദാ പൊളിക്കുമ്പോ ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനുണ്ടല്ലോ ആ ഖബറിലേക്ക് നോക്കുമ്പോ ഖബറിൽ കിടക്കുന്ന ജനാസയുടെ തലയുണ്ടല്ലോ, പെരടിയുണ്ടല്ലോ കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റിക്കിടക്കുകയാ. ചെറുപ്പക്കാരനതാ ഖബറിലേക്ക് ഇറങ്ങുകയാ. ആ ജനാസയുടെ തലയുണ്ടല്ലോ, ജനാസയുടെ പെരടിയുണ്ടല്ലോ പടച്ചവരെ കഅബയുടെ ഭാഗത്തേക്കതാ, കിബിലയുടെ ഭാഗത്തേക്കതാ തിരിച്ചു വെക്കുകയാ. തലയതാ വെക്കുമ്പോ തലയെന്റെ പ്രിയമുള്ളവരെ വീണ്ടും അതാ തെറ്റുകയാ. കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകയാ. ചെറുപ്പക്കാരൻ എന്റെ പ്രിയമുള്ളവരെ വീണ്ടും ആ ജനാസയുടെ പിരടിയുണ്ടല്ലോ കിബിലയിലേക്ക് എന്റെ പ്രിയമുള്ളവരെ തിരിച്ചു വെക്കുകയാ. ഓ സമയത്തതാ പെരടിയുണ്ടല്ലോ കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകയാ, മാറുകയാ. ചെറുപ്പക്കാരൻ എന്റെ പ്രിയമുള്ളവരെ അത്ഭുതപ്പെടുകയാ. പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. അല്ലാ, ഇതെന്തുകൊണ്ടാണ് പടച്ചവരെ? ഖബറിന്റെ അകത്ത് കിടക്കുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ജനാസയുണ്ടല്ലോ കിബിലയുടെ ഭാഗത്ത് നിന്ന് ഈ പിരടിയതാ മാറാന് കാരണമെന്താ? ഒരു അശരീരി കടന്നു വരികയാ ചെറുപ്പക്കാരന്റെ ഭാഗത്തേക്ക്. എന്റെ പ്രിയമുള്ളവര്, ഒരു അശരീരി കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, അതാരെന്നറിയോ? അതാരെന്നറിയോ? പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്,
എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കടന്നു വരാത്തവരാ, അത് നിസാരമാക്കിയവരാ. പടച്ചവന്റെ സംസാരമുണ്ടല്ലോ, നമസ്കാരമുണ്ടല്ലോ, ഇബാദത്തിനെയുണ്ടല്ലോ അവഗണിച്ചവരാ. ആ ചെറുപ്പക്കാരന്റെ പ്രിയമുള്ളവര് ഖബറുണ്ടല്ലോ മൂടുകയാ. രണ്ടാമത്തെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ പടച്ചവരെ. എന്നിട്ടാ ഖബറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ജനാസയുടെ അത്ഭുതങ്ങള് നരകത്തിന്റെ അദാബാണോ, സ്വർഗത്തിന്റെ പ്രതിഫലമാണോ, നന്മയുടെ പ്രതിഫലമാണോ, മലക്കുകളുടെ പൊരുത്തമുള്ള ഖബറാണോ? അറിയിച്ചു തരണേ അല്ലോ, അറിയിച്ചു തരണേ അല്ലോ. പടച്ചവനെ മൺവെട്ടിയെടുക്കുകയാ, പടച്ചവരെ ഖബർ പൊളിക്കുകയാ. എന്നിട്ടാ മൂടുപലക മാറ്റുമ്പോ സുബ്ഹാനല്ലോ, സുബ്ഹാനല്ലോ, ഒരു ജനാസയുടെ പ്രിയമുള്ളവര് ഖബറിന്റെ അകത്തുണ്ടല്ലോ ഒട്ടിക്കിടക്കുകയാ. പടച്ചവനെ ജനാസയതാ മണ്ണിലേക്ക് ഇങ്ങനെ ചേർന്ന് കിടക്കുകയാ. ആ ജനാസയുടെ തലയില്, ജനാസയുടെ കൈകളില്, ജനാസയുടെ കാലുകളില്, ജനാസയുടെ ഗുഹ്യഭാഗത്ത് പടച്ചവനെ സബാനിയാക്കളാകുന്ന മലക്കുകളുണ്ടല്ലോ, നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ. നരകത്തിൽ നിന്നതാ ഒരാണി കൊണ്ടുവരികയാ. ജനാസയുടെ കൈകളിലേക്ക്, ജനാസയുടെ കാലുകളിലേക്ക്, ജനാസയുടെ ഗുഹ്യഭാഗത്തേക്ക്, ജനാസയുടെ കണ്ണുകളിലേക്ക് അടിച്ചു കയറ്റുകയാ, അടിച്ചു കയറ്റുകയാ. ജനാസയതാ കരയുകയാ. ഖബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാ. ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ അള്ളാനോട് ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. എന്തുകൊണ്ടാണ് അല്ലാ ഖബറിന്റെ അകത്ത് നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ കടന്നു വന്നുകൊണ്ട് ഈ ജനാസയുടെ ശരീരത്തിലേക്ക് ആണികളുണ്ടല്ലോ അടക്കുന്നതെന്താ? ഒരു അശരീരിയത കടന്നു വരികയാ. ചെറുപ്പക്കാരനോട് പറയുകയാ, എന്തുകൊണ്ടെന്നറിയോ? അവൻ മൂത്രമൊഴിച്ചിട്ട് കഴുകാത്തവനാ, മൂത്രമൊഴിച്ചിട്ട് ശുദ്ധിയാക്കാത്തവനാ. ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ, പാൻസ് ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു പോകുന്നവരെ, നിങ്ങളതാ മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോ പള്ളിയുടെ മൂത്രപ്പരയിലേക്ക് കയറുന്നവരാ, നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് മൂത്രമൊഴിക്കുന്നവരാ. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ എണ്ണീക്കാൻ പാടില്ല. അത് മനോഹരമാകുന്ന രീതിയിൽ ശുദ്ധിയാക്കാതെ കടന്നു വന്നാൽ ഖബറിൽ കിടക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ കടന്നു വന്നുകൊണ്ട് നിന്റെ ശരീരത്തിലേക്ക് ആണിയടിക്കുമെന്ന് പറയുകയാ. ആ ചെറുപ്പക്കാരനുണ്ടല്ലോ പടച്ചവനോട് ദുആ ചെയ്യുകയാ, നീ പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. ആ ഖബറിന്റെ പ്രിയമുള്ളവരെ മൂടുകയാ. എന്നിട്ടതാ ഒരു മൂന്നാമത്തെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ മൺവെട്ടിയെടുക്കുകയാ. അതിനു മുമ്പ് പടച്ചവനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ, ഇത് മൂന്നാമത്തെ ഖബറാണ് അല്ലാ. ഈ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ. മൺവെട്ടിയതാ എടുക്കുകയാ. പടച്ചവനെ മണ്ണ് മാറ്റുകയാ. പടച്ചവനെ മൂടുപലക മാറ്റുകയാ. അതങ്ങു മാറ്റുമ്പോ ഖബറിന്റെ അകത്തതാ ഒരു തീജ്വാലയുണ്ടല്ലോ കടന്നു വരികയാ. അതാ പിന്നെ തീജ്വാലയാ, നരകത്തിന്റെ തീജ്വാലയാ, കത്തിജ്വലിക്കുന്ന തീജ്വാലയാ. ആ തീജ്വാലയുടെ അകത്ത് കിടന്നുകൊണ്ട് ജനാസയുടെ പ്രിയമുള്ളവരെ വേവുകയാ. അല്ലാഹുവേ, ആ മയ്യത്ത് കിടന്നുകൊണ്ട് കരയുകയാ, എന്നെയൊന്ന് രക്ഷിക്കുമോ, എന്നെയൊന്ന് സഹായിക്കുമോ? ആ ചെറുപ്പക്കാരനുണ്ടല്ലോ പടച്ചവരോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. ഇതാരാണ് അല്ലാ, ഇതാരാണ് അല്ലാ? പടച്ചവനെ, അദ്ദേഹം അതാ ദുആ ചെയ്യുമ്പോ ഒരു അശരീരി കടന്നു വരികയാ. അതാരെന്നറിയോ? അതാരെന്നറിയോ? പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ തീരെ
തീരെ നമസ്കരിക്കാത്തവരോ, നമസ്കാരങ്ങൾ ഒഴിവാക്കിയവരോ, പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് സുബഹിയുടെ സമയത്ത് ബാങ്ക് കൊടുക്കുകയാ, അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തെക്കാൾ ശ്രേഷ്ഠമുള്ളത് നമസ്കാരത്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് പോകാതെ നമസ്കരിക്കാതെ കിടക്കുന്നവരെ, ഭാര്യക്ക് ചുംബനം കൊടുക്കുന്നവരെ, പുതപ്പിന്റെ അടിയിൽ AC ഓണാക്കിയിട്ട് തണുപ്പത്ത് കർണാടകയുടെ വീടിന്റെ ഉള്ളറയിൽ കിടക്കുന്നവരെ, നിന്റെ ഖബറിലേക്ക് ഒരു തീജ്വാല വരികയാ, നിന്നെ അതാ കത്തിക്കുകയാ. അദ്ദേഹം ആ ഖബർ മൂടുകയാ, നാലാമത്തെ ഖബറിന്റെ ചാര വരികയാ, പടച്ചവനോട് ദുആ ചെയ്യുകയാ, അല്ലാ ഈ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ, എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ, എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ, ഒരു പിക്കാസ എടുത്തിട്ട് പടച്ചവനെ മൺവെട്ടി എടുത്തിട്ട് നാലാമത്തെ ഖബറിന്റെ മണ്ണുണ്ടല്ലോ മാറ്റുകയാ, ഒഴിവാക്കുകയാ. പടച്ചവനെ മൂടുപലക മാറ്റുമ്പോ ഖബറിലുണ്ടല്ലോ ജനാസയില്ല, ഖബറിന്റെ അകത്ത് കിടക്കുന്നതെന്താ? ഖിൻസീർ എന്ന് പറയുന്ന ഒരു പന്നിയാ, ഖിൻസീർ എന്ന് പറയുന്ന ഒരു പന്നി. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ ഖബറിന്റെ അകത്ത് പടച്ചവരെ കിടക്കുകയാ, ആ ചെറുപ്പക്കാരനുണ്ടല്ലോ വിറങ്ങലിക്കുകയാ. പടച്ചവരെ, ഖിൻസീർ എന്ന് പറയുന്ന പന്നിയാണല്ലോ ഈ ജനാസയുണ്ടല്ലോ, എന്നതാപാണ് ചെയ്തതല്ലാ. ഒരു ശരീരി കടന്നു വരികയാ, ഖബറിന്റെ അകത്ത് ഖിൻസീർ എന്ന് പറയുന്ന വിഭാഗമുണ്ടല്ലോ, ഖിൻസീർ എന്ന് പറയുന്ന പന്നിയുണ്ടല്ലോ, കടന്നു വരുന്ന വിഭാഗമാരാ? കള്ളു കുടിക്കുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവരെ, പാൻപരാഗ് വെക്കുന്നവരെ, കൂള് വെക്കുന്നവരെ, ഹാൻസ് വെക്കുന്നവരെ, കഞ്ചാവടിക്കുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവരെ, ഹശീഷ് വെക്കുന്നവരെ, നാവിന്റെ അടിയിൽ സ്റ്റാമ്പ് വെക്കുന്നവരെ, കള്ളിനടിമയായവരെ, ഖബറിന്റെ അകത്തിന്റെ പ്രിയമുള്ളവര്, ഖിൻസീർ എന്ന് പറയുന്ന ഒരു പന്നിയുണ്ടല്ലോ, നിനക്കു പകരമതാ കടന്നു വരികയാ. അദ്ദേഹം അതാ പേടിക്കുകയാ, പടച്ചവനെ വിറങ്ങലിക്കുകയാ, ഖബറിങ്ങനെ മൂടുകയാ. അഞ്ചാമത്തെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. പടച്ചവരെ, പടച്ചവനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാ, അല്ലാ ഈ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങള് എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാ, എനിക്കൊന്ന് കാണിച്ചു തരണേ അല്ലാ. അദ്ദേഹം ആ ഖബർ പൊളിക്കുകയാ, പടച്ചവനെ മൺവെട്ടിയെടുക്കുകയാ, മണ്ണിങ്ങനെ വാരി മാറ്റുകയാ, പടച്ചവനെ മൂടുപലക മാറ്റുകയാ. അല്ലാഹുവേ, അത്ഭുതപ്പെടുകയാ. ആ ചെറുപ്പക്കാരനാ ഖബറിലേക്ക് നോക്കുമ്പോ, അല്ലാഹുവേ, സ്വർഗത്തിന്റെ പരിമളമാ, സ്വർഗത്തിന്റെ ആസ്വാദനമാ, സ്വർഗത്തിന്റെ പൂന്തോട്ടമാ, സ്വർഗത്തിന്റെ സുഖങ്ങളാ, സ്വർഗത്തിന്റെ ആനന്ദമാ, സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങളാ. ഖബറിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാ. അല്ലാഹുവോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, ഈ ഖബറിലുണ്ടല്ലോ അതാരാണ് അല്ലാ, അതാരാണ് അല്ലാ? ഒരു അശരീരിയത കടന്നു വരികയാ. നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ പഠിച്ചുകൊള്ളുക, നിറഞ്ഞിരിക്കുന്ന ഉമ്മമാരെ പഠിച്ചുകൊള്ളുക. ഖബറിന്റെ അകത്ത് നിന്ന് ആനന്ദം വരുന്ന, സ്വർഗത്തിന്റെ സുഖങ്ങൾ വരുന്ന, സ്വർഗത്തിന്റെ മണം വരുന്ന, സ്വർഗത്തിന്റെ ആസ്വാദനം വരുന്ന ഖബറിലെ വിഭാഗമാരാ. ആ ചെറുപ്പക്കാരനോട് ഒരു അശരീര് പറയുകയാ, ഹറാമ് വലിച്ചവരോ, തിന്മകളിൽ നിന്ന് മാറി നിന്നവരോ, പെണ്ണുപിടിയിൽ നിന്ന് മാറി നിന്നവരാ, കള്ളുകുടിയിൽ നിന്ന് മാറി നിന്നവരാ. ഉസ്താദേ, എനിക്കിന്നി തിന്മകൾ വേണ്ട, എനിക്കിന്നി ഹറാമുകൾ വേണ്ട, എനിക്കിന്നി ലഹരി വേണ്ട, എനിക്കിന്നി അദാബുകൾ വേണ്ട, എനിക്കിന്നി MDMA വേണ്ട, എനിക്കിന്നി സ്റ്റാമ്പ് വേണ്ട, എനിക്കിന്നി കൂള് വേണ്ട, എനിക്കിന്നി ലഹരി വേണ്ട, എനിക്കിന്നി പലിശ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ
ഒരു നിയമമുണ്ടല്ലോ, ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാരാ? ഹറാമിൽ നിന്ന്, തിന്മകളിൽ നിന്ന് ഉമർ തങ്ങൾ മാറി നിന്നതുപോലെ, സൽമാൻ തങ്ങൾ മാറി നിന്നതുപോലെ, ഉസ്മാൻ തങ്ങൾ മാറി നിന്നതുപോലെ, അലിയാർ തങ്ങൾ മാറി നിന്നതുപോലെ, അസദുല്ലാഹ് ഹംസ തങ്ങൾ മാറി നിന്നതുപോലെ ആരെങ്കിലും ഒരാൾ തിന്മകളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഖബറിലുണ്ടല്ലോ സ്വർഗത്തിന്റെ പരിമളമാ, സ്വർഗത്തിന്റെ ആസ്വാദനമാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഇന്നത്തെ രാത്രി എങ്ങാനും വിട പറഞ്ഞു പോയാൽ നാളെ രാവിലെ എന്റെ പ്രിയമുള്ളവരെ കർണാടകയുടെ പള്ളിക്കാട്ടിൽ എന്റെയും നിങ്ങളുടെയും മയ്യത്ത് പടച്ചവരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഖിൻസീർ എന്ന പന്നി വരാൻ പാടില്ല, അദാബിന്റെ മലക്കുകൾ വരാൻ പാടില്ല, പെരടി തെറ്റാൻ പാടില്ല. അല്ലാഹുവേ, അല്ലാഹുവേ പടച്ചവരെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സൗഭാഗ്യങ്ങൾ തരണേ അല്ലോ, കബൂലാക്കണേ അല്ലാഹ്.